വെടിക്കെട്ടിന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. രാത്രിപൂരങ്ങൾ കടന്നുപോയതിനു ശേഷമേ വെടിക്കെട്ടിനായി ആളുകളെ നിയന്ത്രണ രേഖയിൽ നിന്ന് മാറ്റുന്ന നടപടികൾ ഉണ്ടാകൂ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഡിഎംഒയുടെ സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ പൂരനഗരിയിലേക്ക് പ്രവേശനം ഉണ്ടാകുകയുള്ളൂ എന്നും മന്ത്രി. പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിന്റെ സാമ്പിൾ വിസ്മയം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങി. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിനും നാളെ തുടക്കം. കെപിസിസി പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമുണ്ടെന്ന് തങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേരുണ്ടാകില്ലെന്നുള്ള കാര്യം 101% ഉറപ്പാണെന്നും മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമെന്നും സുരേന്ദ്രൻ. ഗതാഗതക്കുരുക്കൊഴിയാതെ ദേശീയപാത ആമ്പല്ലൂർ. മന്ത്രിയുടെ വാഹനവും റോഡിൽ കുടുങ്ങി. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. കൊടകരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 180 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ കൊടകര പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളിയിൽ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 പേർ പിടിയിലായി. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം ഇത്തവണ ഭംഗിയായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നതായി ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന അവസാനഘട്ട അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂരവുമായി ബന്ധപ്പെട്ട് മുൻപെടുത്ത തീരുമാനങ്ങൾ ബലം കണ്ടു തുടങ്ങിയതായി മന്ത്രി പറഞ്ഞു. 4000 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കും. പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ KSRTCയും റെയിൽവേയും സ്വകാര്യ ബസ് മേഖലയുമായി സഹകരിച്ച് പൂരത്തിനാവശ്യമായ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. KSRTCയുടെ ദീർഘദൂര സർവീസ് അടക്കം തൃശൂരിൽ നിന്ന് ആരംഭിക്കും. പൂരദിവസം അങ്കമാലി തൃശൂർ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ദേശീയപാത പ്രതിനിധികളോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. KSRTC പൂരത്തിന്റെ അന്ന് ആദ്യം 50-ൽ പരം ഫാസ്റ്റ് പാസഞ്ചറുകളും ഈ ജില്ലയിൽ ഉൾപ്പെടെ ഓടാൻ നിരവധി ഓർഡിനറി സർവീസുകളും ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. KSRTCയുടെ സർവീസുകൾ ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ ഇവിടുന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. അങ്ങനെപ്പെട്ട അങ്കമാലി തൃശൂർ റോഡ് 2-3 കേന്ദ്രങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് വലിയ കാലതാമസം ഇപ്പം നേരിടുന്നുണ്ട്. അത് പൂര ദിവസം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്ന് നിർത്തിവെച്ച് ഒപ്പം നമുക്കതിന് പ്രയാസം കൂടാതെ ട്രാഫിക് സംവിധാനം മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് NHAയുടെ പ്രതിനിധികളുമായി സംസാരിക്കാൻ തീരുമാനിച്ചു. വെടിക്കെട്ട് കാണുന്നതിനു വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. രാത്രി പൂരം കടന്നുപോയതിനു ശേഷമേ പോലീസ് വെടിക്കെട്ടിനുള്ള നിയന്ത്രണം കൊണ്ടുവരികയുള്ളൂ. ഇത്തവണ പത്തായപ്പുരം മുതൽ കറണ്ട് ബുക്സ് വരെ സ്വരാജ് റൌണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ സാധിക്കും. മന്ത്രി വ്യക്തമാക്കി. ആവശ്യത്തിനു വേണ്ട സ്ട്രക്ചറുകളും ആംബുലൻസുകളും തയ്യാറാക്കിയിട്ടുണ്ട്. DMOയുടെ സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ പൂരനഗരിയിലേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. ഇത്തവണ പത്തായപ്പുരം മുതൽ കറണ്ട് ബുക്സ് വരെയുള്ള ദൂരം സ്വരാജ് റൗണ്ടിൽ ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. ഒരു 18,000 ആളെ വരെ അധികമായി നമുക്ക് കൊള്ളിക്കാൻ പറ്റും. ആവശ്യത്തിലേറെ കുടിവെള്ള സംവിധാനങ്ങളും ആവശ്യത്തിലേറെ സ്ട്രക്ചർ ആംബുലൻസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം നിർബന്ധമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, DMOയുടെ സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസുകൾ മാത്രമേ നഗരത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. വെടിക്കെട്ടുകളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകളിൽ നിന്ന് മാറി വളരെ തളിർമയാർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ വന്നുപോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പൂരം ആസ്വദിച്ചു പോകാൻ ഉതകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അങ്ങനെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉൾപ്പെടെ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ തെളിമയാർന്ന പരസ്പരം എല്ലാവരും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൂരം വളരെ കൃത്യമായ നിലയിൽ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരസ്പര ധാരണ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും ദേവസ്വങ്ങൾ തമ്മിലും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. മേയർ MK വർഗീസ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കമ്മീഷണർ R ഇളങ്കോ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പൂരത്തിനൊരുങ്ങി തൃശൂർ നഗരം. സാമ്പിൾ വെടിക്കെട്ട് നാളെ നടക്കും. രാത്രി 7-നാണ് സാമ്പിൾ വെടിക്കെട്ട്.
പൂരം വെളിപ്പാടകലെ നിൽക്കെ തൃശൂർ ഒരുങ്ങിത്തുടങ്ങി. ചമയ പ്രദർശനത്തിനും നാളെ തുടക്കമാകും. നാളെയും മറ്റന്നാളും ചമയ പ്രദർശനമുണ്ടാകും. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറക്കുന്ന പൂരവിളംബരം തിങ്കളാഴ്ച നടക്കും. ചമയ പ്രദർശനവും സാമ്പിൾ വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള പൂരച്ചടങ്ങുകൾ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. തൃശൂർ പൂരവിളംബരം നടത്തി കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ നിന്ന് ആരംഭിച്ച പൂരവിളംബരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. റോബോട്ട് ഗജവീരന്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെയായിരുന്നു പൂരവിളംബരം. കോർപ്പറേഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ശക്തൻ നഗറിൽ സമാപിച്ചു. തുടർന്ന് മേയർ ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ പുഷ്പമാല ചാർത്തി. മേയർ MK വർഗീസ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കൌൺസിലർമാരായ ശ്രീലാൽ ശ്രീധർ, സിന്ധു ആൻഡു ചാക്കോള എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പൂരനഗരിയിൽ മോക്ക് ഡ്രിൽ നടത്തി. പോലീസ്, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോക്ക് ഡ്രിൽ നടത്തിയത്. സബ് കളക്ടർ അഖിൽ V മേനോൻ, തഹസിൽദാർ T ജയശ്രീ, തൃശൂർ ഫയർ ഓഫീസർ വൈശാഖ്, ACP സലീഷ് N ശങ്കർ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഒരു നൂറ്റാണ്ടിലധികമായുള്ള പതിവ് ഇക്കുറിയും തെറ്റിക്കാതെ റെയിൽവേ. പൂരത്തിന് ഈ വർഷവും താൽക്കാലിക സ്റ്റോപ്പുകളും അധിക സൌകര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം ഷൊർണൂർ വേണാട്, തൂത്തുക്കുടി പാലക്കാട് പാലരുവി എന്നീ എക്സ്പ്രസ് തീവണ്ടികൾക്ക് മെയ് 6-7 ദിവസങ്ങളിൽ ഇരുദിശകളിലും പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പും അനുവദിച്ചു. ഇതിനു പുറമെ തൃശൂർ പൂങ്കുന്നം സ്റ്റേഷനുകളിൽ അധിക ടിക്കറ്റ് കൌണ്ടറുകൾ പ്രവർത്തിക്കും. യാത്രികരുടെ സഹായത്തിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസ്, റെയിൽവേ സുരക്ഷാ സേനാംഗങ്ങളെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും നിയോഗിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. യാത്രികർ UTS ഓൺ മൊബൈൽ ആപ്പ് സൌകര്യം ടിക്കറ്റ് എടുക്കാൻ ഉപയോഗപ്പെടുത്തണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന നാളെ ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്വരാജ് റൌണ്ടിൽ യാതൊരുവിധ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. റോഡരികിൽ പാർക്ക് ചെയ്ത മറ്റു വാഹനങ്ങൾക്ക് പോകുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. ഈ സമയങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നഗരത്തിന്റെ ഔട്ടർ റിംഗ് വരെ മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ. നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ നമ്പറും തിരിച്ചറിയൽ രേഖയും കരുതേണ്ടതാണ്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെട്ട എല്ലാ മദ്യവിൽപ്പനശാലകളും അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ച് ഉത്തരവിറക്കി. കള്ളുഷാപ്പ്, ബിയർ ആൻഡ് വൈൻ പാർലറുകൾ എന്നിവ പൂർണ്ണമായും അടച്ചിടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. 5-ന് രാത്രി 11 മുതൽ മെയ് 7-ന് ഉച്ചയ്ക്ക് 2 വരെയാണ് മദ്യവിൽപ്പനശാലകൾ അടച്ചിടുക. നിലവിൽ KPCC പ്രസിഡന്റ് മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്ന് തങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ കേരളത്തിൽ നിന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊരു മാറ്റം ആവശ്യമില്ലെന്നാണ് തന്നെപ്പോലെയുള്ളവരുടെ അഭിപ്രായം. എല്ലാ കാര്യങ്ങളുടെയും അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് ഉണ്ടാകില്ലെന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ബാക്കി എന്ത് സംഭവിച്ചാലും അങ്ങനെയൊരു സംഭവവികാസം കേരളത്തിലുണ്ടാകില്ല. കേരളത്തിലെ ആളുകൾക്ക് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റെന്ന് ആന്റോ ആന്റണിയുടെ പേര് പരാമർശിക്കാതെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദാരുണ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. സർക്കാർ ആശുപത്രികൾ പോലും മനുഷ്യജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഇന്നലത്തെ സംഭവത്തോടുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സർക്കാർ ആശുപത്രികളെക്കുറിച്ച് ധാരാളം പരാതിയാണ്. പലയിടത്തും മരുന്നില്ല, ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്കുകളിൽ പോലും, പുതിയ ബ്ലോക്കുകളിൽ പോലും രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ഇതിനു പുറമെയാണ് ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാക്കി മാറുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊരു അസാധാരണ സംഭവം എന്ന് മന്ത്രി പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിൽ ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ലേ? മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? അതുകൊണ്ട് ഈ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായി
സർക്കാർ ആശുപത്രികളോട് ഒരു തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുകയും സർക്കാർ ആശുപത്രികൾ താഴോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് മനുഷ്യജീവൻ പോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യണം, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം. അതല്ലാതെ ഇന്ന് സർക്കാർ ആശുപത്രികളെ ഗ്രസിച്ചിരിക്കുന്ന ഈ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമെന്നും കെ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ഏഷ്യയിലെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദുരന്തമുണ്ടായത് സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് കാണിക്കുന്നത്. സംഭവം നടന്ന ഉടൻ ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ലെന്നതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ദുരന്ത പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും ദുരന്തത്തെക്കുറിച്ച് സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ, മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. സർക്കാരിന്റെ തികഞ്ഞ പരാജയമായിട്ട് ഇതിനെ കണക്കാക്കണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജി സമർപ്പിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചത്. കേരളത്തിലെ ഏത് BJP പ്രസിഡന്റ് വന്നാലും ആക്ഷേപിച്ചും പരിഹസിച്ചും വായടപ്പിക്കുകയെന്ന തന്ത്രത്തെ BJP ഫലപ്രദമായി നേരിടും. പ്രധാനമന്ത്രി വരുന്നതിന് 1 മണിക്കൂറോളം മുൻപ് വേദിയിലും സദസ്സിലും എത്തണമെന്നത് SPG പ്രോട്ടോകോളാണ്. രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്ന് മുദ്രാവാക്യമല്ല വിളിച്ചത്. ഭാരതമാതാ കി ജയ് എന്നത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണ്. BJPക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ BJPക്കുണ്ട്. ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള UDFന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെപ്പറ്റി തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കേരളത്തിന്റെ വികസനത്തിന് കാരണമാകുന്ന വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങ് UDF ബഹിഷ്കരിച്ചത് ആത്മഹത്യാപരമാണ്. കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും UDF ഒപ്പമില്ല എന്നതിന് ഉദാഹരണം കൂടിയാണ് ഈ ബഹിഷ്കരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഗതാഗതക്കുരുക്കൊഴിയാതെ ആമ്പല്ലൂർ. മന്ത്രിയുടെ വാഹനവും റോഡിൽ കുടുങ്ങി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ശനിയാഴ്ച ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ആമ്പല്ലൂരിൽ കുഴികൾ നിറഞ്ഞ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് കുരുക്കേറാൻ കാരണമാകുന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വാഹനം 15 മിനിറ്റോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട ശേഷമാണ് കടന്നുപോയത്. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ വാഹനനിര പല സമയത്തും പുതുക്കാട് വരെ നീണ്ടു. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതാണ് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാകാത്തതിന്റെ കാരണം. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച സർവീസ് റോഡിലെ കലുങ്ക് നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഗതാഗതക്കുരുക്ക് തീരും വരെ ടോൾ ഒഴിവാക്കിക്കൊണ്ട് കളക്ടറുടെ ഉത്തരവിറക്കിയിരുന്നു. കുരുക്ക് ഉടൻ പരിഹരിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ടോൾ കമ്പനിക്ക് അനുകൂലമായി പിരിവ് പുനരാരംഭിക്കാൻ NHAI അതിവേഗത്തിലാണ് സർക്കാരിൽ സമ്മർദ്ദം നടത്തിയത്. അതേസമയം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഗതാഗതക്കുരുക്ക് ഇല്ലാതാക്കാൻ NHAI ഒന്നും ചെയ്തില്ലെന്നാണ് യാത്രക്കാരുടെ ആക്ഷേപം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് 180 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടി. വെള്ളാങ്കല്ലൂർ കല്ലംകുന്ന് ചിറയിൽ വീട്ടിൽ ദീപക് രാജു, പറവൂർ മൂത്തംകുന്നം സ്വദേശിനി ദീക്ഷിത എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത്. ഇരിങ്ങാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനായ ദീപക് മുൻപും ലഹരിമരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട്. ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ 2021 10 കിലോ കഞ്ചാവ് കടത്തിയതിന് പിടിയിലായിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വാടാനപ്പള്ളി ഫാൻസി റോഡിലെ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 പേർ പിടിയിലായി.
കണ്ടശാങ്കടവ് സ്വദേശികളായ ചക്കമ്പി വീട്ടിൽ അമൽ, കാരമാക്കൽ വീട്ടിൽ നിതിൻ, മേപ്പറമ്പിൽ വീട്ടിൽ സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു NB, സബ് ഇൻസ്പെക്ടർ തോമസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ജിനേഷ്, സുരേഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ കോർപ്പറേഷന്റെ പൂരവിളംബരം വിവാദമാകുന്നു. ശക്തന്റെ പ്രതിമയിൽ മേയർ തോട്ടി ഉപയോഗിച്ച് പൂമാലയിട്ടതും ഘോഷയാത്രയ്ക്ക് റോബോട്ട് ആനയെ ഉപയോഗിച്ചതുമാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. നമ്മുടെ പൂരം എന്ന പേരിൽ പ്ലാസ്റ്റിക് ആനയെ ഇറക്കി തൃശൂർ പൂരത്തെ തൃശൂർ കോർപ്പറേഷൻ ഭരണസമിതി അപമാനിച്ചുവെന്നാരോപിച്ച് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ രംഗത്ത് വന്നു. ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് ഘോഷയാത്രയിലും കലാപരിപാടികളിലും തൃശൂർ കോർപ്പറേഷന് പുറത്തുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്ന വിരുന്ന് സദ്യയിലും പങ്കെടുപ്പിച്ച് തൃശൂർ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അപ്രഖ്യാപിത അവധി നൽകിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. കോർപ്പറേഷനിൽ സേവനങ്ങൾക്ക് വേണ്ടിവരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികൾക്കെതിരെ കേരള ചീഫ് സെക്രട്ടറിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകുമെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ തോട്ടികൊണ്ട് മാലയിട്ട മേയർ ശക്തൻ തമ്പുരാനെയും തൃശൂരിനെയും അപമാനിച്ചുവെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. ശക്തൻ തമ്പുരാന്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് മേയറെ ഇതിന് പ്രേരിപ്പിച്ചതെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. അതേസമയം ഘോഷയാത്രയിൽ റിമോട്ട് ആനയെ ഉപയോഗിച്ചതിൽ പ്രതിഷേധിച്ച് BJP ചടങ്ങ് ബഹിഷ്കരിച്ചു. മേളക്കാരും പ്രതിഷേധമറിയിച്ചു. റാപ്പർ വേടന്റെ അറസ്റ്റിൽ നിലപാട് മാറ്റി വനം വകുപ്പ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും. വനം വകുപ്പ് മേധാവി വനം മന്ത്രി MK ശശീന്ദ്രന് റിപ്പോർട്ട് നൽകി. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയുണ്ടാകും. വേടനെതിരായ നടപടി തിടുക്കത്തിലായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ നടന്നുവരുന്ന സാമൂഹ്യ അനീതികൾ റാപ്പ് സംഗീതത്തിലൂടെ വിളിച്ചുപറഞ്ഞ വേടനെ സർക്കാരിന്റെ അറിവോടെ കേസിൽ കുരുക്കിയതാണെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് AK ശശി ആരോപിച്ചു. വേടനോട് സാമൂഹ്യ പക്ഷപാതം കാണിച്ച സർക്കാർ നടപടികൾക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ നടത്തിയ സായാഹ്ന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, അഡ്വക്കേറ്റ് ഷാജി ജെ കോടകണ്ടത്ത്, DCC സെക്രട്ടറിമാരായ KV ദാസൻ, രവി താണിക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MK രാജേഷ് കുമാർ, വാസു കോട്ടോൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പൂരത്തിന്റെ സമഗ്ര വിവരണങ്ങളുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ച തൃശൂർ പൂരം പ്രത്യേക പതിപ്പായ തൃശിവപൂരം എന്ന ക്ഷേത്ര ദർശന മാസികയുടെ പ്രകാശനം നടന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പ്രകാശനം നിർവഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവും പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി M കൃഷ്ണൻ, ക്ഷേത്രദർശനം സ്റ്റാഫ് എഡിറ്റർ PB ബിജു, ക്ഷേത്രദർശനം മാനേജർ PV സജീവ്, വടക്കുന്നാഥൻ ദേവസ്വം മാനേജർ VR രമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പൂരങ്ങളെ സംബന്ധിച്ച് വിശദമായ വിവരണങ്ങളും ആനകൾ, മേള, പഞ്ചവാദ്യം, കുടമാറ്റം, വെടിക്കെട്ട്, പന്തലുകൾ, ചമയങ്ങൾ തുടങ്ങി തൃശൂർ പൂരം സംബന്ധിച്ച് പ്രഗത്ഭരുടെ ലേഖനങ്ങളും അനുഭവങ്ങളും ഉൾക്കൊള്ളിച്ച ആധികാരിക പതിപ്പാണ് തൃശിവപൂരം ഈ സ്പെഷ്യൽ പതിപ്പ്. ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിന്റെ വിസ്മയം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങി. പ്രകമ്പനങ്ങളും വർണ്ണവെളിച്ച വിസ്മയങ്ങളുമായി പൂരനഗരിയെ ആവേശത്തിമിർപ്പിലാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം.
ശബ്ദവർണ്ണങ്ങളുടെ സമന്വയമാണ് പൂരം വെടിക്കെട്ട്. അമിട്ട് വർണ്ണക്കാഴ്ചയൊരുക്കുമ്പോൾ ഓലപ്പടക്കം മുതൽ കുഴിമിന്നൽ വരെയുള്ളവ ശബ്ദ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കും. മാലയായി കെട്ടുന്ന ഓലപ്പടക്കത്തിൽ നിന്ന് തുടങ്ങുന്ന വെടിക്കെട്ട് ഗുണ്ടും വിവിധ നിറങ്ങളിലുള്ള അമിട്ടും കുഴിമിന്നലുമൊക്കെയായി പൊട്ടിവിരിയും. 2000 കിലോഗ്രാം വീതം കരിമരുന്ന് ഉപയോഗിച്ചാണ് സാമ്പിൾ വെടിക്കെട്ടും പുലർച്ചെ വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒരുക്കുന്നത്. ഓരോ വിഭാഗവും വർഷം തോറും വെടിക്കെട്ടിൽ സ്പെഷ്യലുകൾ അവതരിപ്പിക്കുക പതിവാണ്. സർജിക്കൽ സ്ട്രൈക്കാണ് തിരുവമ്പാടിയുടെ ഇത്തവണത്തെ സ്പെഷ്യൽ. അമിട്ട് പൊട്ടിയ ശേഷം ഉഗ്രശബ്ദത്തോടെ മാനത്ത് വെടിയുണ്ടകൾ പായുന്ന രീതിയിലാണ് ഇതൊരുക്കിയിരിക്കുന്നത്. കുതിച്ചുയരുന്ന അമിട്ടിൽ നിന്ന് കുട പാരച്ചൂട്ട് പോലെ വിരിഞ്ഞിറങ്ങുമ്പോൾ അതിൽ LED പ്രഭയിൽ സന്ദേശം തെളിയുന്നതാണ് മറ്റൊന്ന്. ആകാശത്ത് പൊട്ടിവിരിഞ്ഞ് വിമാനം പോലെ പറക്കുന്ന ഡ്രാഗൺ ഫ്ലൈറ്റ്, അമിട്ടിൽ നിന്ന് ഒന്നിനു പിറകെ മറ്റൊന്നായി 6 വർണ്ണങ്ങളിൽ വിരിയുന്ന മാജിക് ക്രിസ്റ്റൽ എന്നിവയാണ് തിരുവമ്പാടിയുടെ മറ്റു സ്പെഷ്യലുകൾ. 1.5 പതിറ്റാണ്ടായി തിരുവമ്പാടി വിഭാഗത്തിനായി വെടിക്കെട്ടൊരുക്കുന്ന മുണ്ടത്തിക്കോട് സതീഷാണ് ഇത്തവണയും വെടിക്കെട്ടൊരുക്കുന്നത്. 1/4 നൂറ്റാണ്ടായി തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കൺവീനറായി ചുമതല നിർവഹിക്കുന്നത് P. ശശിധരനാണ്. പ്രാവശ്യ സാമ്പിൾ വെടിക്കെട്ട് എന്തായാലും തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വളരെ ഭംഗിയായിട്ട് എല്ലാവിധ ചേരുവകളും ചേർത്ത് അണിയറയിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. പ്രാവശ്യവും നമ്മൾ 3 അമിട്ടുകൾ, വ്യത്യസ്ത 3 അമിട്ടുകൾ നമ്മൾ ഇവിടെ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. മാജിക് ക്രിസ്റ്റൽ, സർജിക്കൽ സ്ട്രൈക്ക്, ആകാശത്തൊരു ഷൂട്ട് ഔട്ട്, പിന്നെ ഒരു LED കൊടൗട്ട്. അതിലൊരു സന്ദേശമാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അത് ഞങ്ങളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അത് കൊടമിട്ട് പൊട്ടി വിരിയുമ്പോൾ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കളറിനും ശബ്ദത്തിനും തുല്യത കൊടുത്തുകൊണ്ട് അത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് ആളുകൾക്ക് കണ്ട് ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള ഒരു വെടിക്കെട്ടാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഒരുക്കാറുള്ളത്. കത്തി ഉയർന്ന് മാനത്തേക്ക് പോയി താഴേക്ക് ഊർന്നിറങ്ങി വിരിയുന്ന 15 സെറ്റ് കുടകളാണ് ഇത്തവണ പാറമേക്കാവിന്റെ വിസ്മയങ്ങളിലൊന്ന്. മാനത്ത് അക്വേറിയം തീർക്കുന്ന സിൽവർ ഫിഷ്, മിന്നൽ തരംഗമാകുന്ന ഇടിമിന്നൽ എന്നിവയുടെ വിവരമേ പാറമേക്കാവ് പുറത്തുവിട്ടിട്ടുള്ളൂ. വളരെ ഗംഭീരമായിട്ടുള്ളൊരു വെടിക്കെട്ടിൻ്റെ പാറമേക്കാവ് വിഭാഗം കാഴ്ചവെക്കും. സ്പെഷ്യൽ കൂടുതൽ അമിട്ടിൻ്റെ ഇതിലായിരിക്കും. വളരെ കളർഫുള്ളായിരിക്കും. കുറേ കാലമായിട്ട് ഈ റെസ്ട്രിക്ഷൻസ് വന്നതിന് ശേഷം അമിട്ടിൻ്റെ സൈസും കാര്യത്തിലും വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഇത്തവണ വളരെ ഗംഭീരമായിട്ടുള്ള അമിട്ടുകളുണ്ടാവും. അത് മാത്രമല്ല കാഴ്ചക്കാർ ഇത്തവണ കൂടുതലായിരിക്കും. എല്ലാവരും കാത്തിരിക്കുകയാണ് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് തൃശ്ശൂർ പൂരം കാണാനായിട്ട്. പാറമേക്കാവിനായി വെടിക്കെട്ട് ഒരുക്കുന്നത് കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബാണ്. രാജേഷ് മടത്തിലിനാണ് പാറമേക്കാവ് വിഭാഗം വെടിക്കെട്ടിന്റെ ചുമതല. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തൃശൂർ പൂരത്തിന് മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ച് പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും തിരുവമ്പാടിയുടെ മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരും. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു മേളപ്രമാണിമാർ. തൃശൂർ പൂരത്തിന് തുടർച്ചയായ 3-ാം വർഷവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ഭാഗ്യം ലഭിച്ചത് ദൈവാനുഗ്രഹമായി കരുതുന്നതായി ഇലഞ്ഞിത്തറ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന് പാറമേക്കാവിലും തിരുവമ്പാടിയിലും കൊട്ടിയ ഏക മേളപ്രമാണിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും 36 വർഷം പാറമേക്കാവിനു വേണ്ടിയും 12 വർഷം തിരുവമ്പാടിക്ക് വേണ്ടിയും മേളം കൊട്ടാനായതായും അനിയന്മാരാർ പറഞ്ഞു. അതിൽ പങ്കെടുക്കുവാൻ പ്രമാണിയാവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഭംഗിയായി നടത്താം എന്നാണ് എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് എൻ്റെപ്പം കൂട്ടുന്ന എല്ലാ കലാകാരന്മാരുടെയും സഹകരണം എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. മേളം ഒരു കൂട്ടായ്മയാണ്. എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിലേ വിജയിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിൽ പ്രമാണിയാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അനിയന്മാരാർ അഭിപ്രായപ്പെട്ടു. കിഴക്കൂട്ട് അനിയന്മാരാരെയും ഭാര്യ ചന്ദ്രികയെയും ചടങ്ങിൽ ആദരിച്ചു. ഇലഞ്ഞിത്തറ മേളത്തിന് കിട്ടുന്ന പ്രാധാന്യം തിരുവമ്പാടിയുടെ പാണ്ടിമേളത്തിന് കിട്ടുന്നില്ലെന്ന് തിരുവമ്പാടി മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ പറഞ്ഞു. തിരുവമ്പാടിയുടെ മേളം നല്ല രീതിയിൽ കൊട്ടാനായതിൽ ഏറെ സന്തോഷമുണ്ട്. ഇലഞ്ഞിത്തറ മേളം കൊട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആഗ്രഹമുണ്ട് എന്നായിരുന്നു മേളപ്രമാണിയുടെ മറുപടി. മേളപ്രമാണി ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു, ജോയിന്റ് സെക്രട്ടറി B സതീഷ് എന്നിവരും മീറ്റ് ദ പ്രസിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പൂരം പെയ്തിറങ്ങുമ്പോൾ നിറങ്ങൾ കുട ചൂടിയെത്തും. അണിയറയിൽ നിറങ്ങളുടെ വർണ്ണപ്രപഞ്ചം തീർത്ത് കുടകൾ അണിയറയിൽ സജ്ജമായി. വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റത്തിനുള്ള വർണ്ണക്കുടകളുടെ അവസാനവട്ട മിനുക്കുപണിയാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും അണിയറയിൽ നടക്കുന്നത്. നിറങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കാൻ വ്യത്യസ്തതകൾ കൂടി ചേർത്താണ് ഇത്തവണത്തെ കുട നിർമ്മാണം. സ്പെഷ്യലുകളടക്കം ബഹുവർണ്ണ കുടകൾ വാനോളം ഉയരുന്ന കുടമാറ്റത്തിൽ
നിറങ്ങളുടെ മത്സരമാണ് കാണാൻ കഴിയുക. തിരുവമ്പാടിക്ക് വേണ്ടി വർണ്ണക്കുടകളുടെ വിസ്മയ ലോകം തീർക്കുന്നത് അരണാട്ടുകര സ്വദേശി പുരുഷോത്തമനാണ്. ഞാൻ 16 വർഷമായി തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. പൊതുവെ 5-6 വർഷമായിട്ട് ഇപ്പോൾ സൂറത്തിൽ പോയിട്ടാണ് തുണികൾ വരുന്നത്. അപ്പം ഓരോ വർഷം ചെല്ലും തോറും അതിൻ്റെ വെറൈറ്റി തുണികൾ ഇപ്പോൾ ഈ കൊല്ലം എടുത്ത തുണിയുടെ സാമ്പിളുകളൊക്കെ കൊണ്ടുപോകും. അതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള അട്രാക്ഷനായിട്ടുള്ള തുണികൾ നോക്കിയിട്ടാണ് കളക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അതായത് തുണികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ രൂപത്തിൽ ഞങ്ങൾ കട്ട് ചെയ്ത് നല്ല കളർഫുള്ളാവണ രീതിയിൽ വർക്ക് ചെയ്യും. ആദ്യം തുണികൾ കട്ട് ചെയ്യും, അതിന് പിന്നെ സ്റ്റിച്ച് ചെയ്യണം. 12 പാളിയായിട്ട് വെട്ടിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രെയിമിലേക്ക് പാകത്തിന് സെറ്റ് ചെയ്യണം. ഫ്രെയിം കയറിയതിന് ശേഷം ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ അലക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷിംഗ് വർക്കാവുക. ഇങ്ങനെ മാസങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന കുടകളാണ് പൂരത്തിന് വാനിലേക്കുയർന്ന കാണികൾക്ക് മടവിൽ സൗന്ദര്യം സമ്മാനിക്കുന്നത്. പാറമേക്കാവിനു വേണ്ടി കുട നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇത്തവണയും കുന്നത്തങ്ങാടി കിഴക്കേപ്പുരയ്ക്കൽ വസന്തനാണ്. പാറമേക്കാവിന് വേണ്ടി 45 വർഷമായി ഞാൻ ആനച്ചമയത്തിൻ്റെ പണിയാണ്. ഒരാൾക്ക് സാധാരണ കുടയ്ക്കാണെങ്കിൽ ഒരു 2 ദിവസം ഒരാൾ തുന്നേണ്ടി വരും. കുടയുടെ വർക്ക് അനുസരിച്ചിരിക്കും. നല്ല കുടകളാണെങ്കിൽ കൂടുതൽ ദിവസം നമ്മൾ പണിയണം. ഇതൊരു സ്വകാര്യത നിറഞ്ഞൊരു പണിയായതുകൊണ്ട് ഒരുപാട് വെറൈറ്റിയും നല്ല കളർഫുള്ളായിട്ടുള്ള കുടകളുണ്ട്. ഞാൻ അനവധി പൂരങ്ങൾക്കുള്ള ആനച്ചമയങ്ങൾ പണിയുന്നുണ്ട്. പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പണി നടത്തുന്നതിൻ്റെ ഒരു സുഖം സന്തോഷം വേറെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ഭഗവതിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പൂരദിനത്തിൽ തേക്കിങ്കാട് മൈതാനിയിലെ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ആനപ്പുറമേറുന്ന കുടകളുടെ വിസ്മയം കാണേണ്ട കാഴ്ചയാണ്. ഒളിപ്പിച്ചു വെച്ച വിസ്മയം ഒന്നൊന്നായി ചുരുൾ നിവരുമ്പോൾ ഇടം വലം പാഞ്ഞ കണ്ണുകളിൽ നിറയുന്ന ആവേശത്തിരയിളക്കം ആർപ്പുവിളിയായി മുഴങ്ങും. പുത്തൻ പരീക്ഷണങ്ങളുടെ കുടമാറ്റ കാഴ്ചയ്ക്കായി അണിയറയിൽ ഒരുക്കങ്ങൾ പൂർണ്ണം. ഇനി ആവേശത്തിലലിഞ്ഞ് ആനപ്പുറമേറി കാഴ്ചയുടെ വിസ്മയം തീർക്കുന്ന കുടമാറ്റ കാഴ്ചയ്ക്കായുള്ള മനം നിറഞ്ഞ കാത്തിരിപ്പാണ്. കുടമാറ്റമില്ലാത്ത തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കുടമാറ്റം. പൂരം പെയ്തിറങ്ങുമ്പോൾ പാണ്ടിമേളത്തിന്റെ രൗദ്രതാളത്തിൽ വാനിലേക്കുയരുന്ന കുടകളുടെ വർണ്ണപ്രപഞ്ചം അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തായാലും കുട നിർമ്മാണം അണിയറയിൽ സജ്ജമാണ്. ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം ലിറ്റി ജെയ്സൺ, TCV ന്യൂസ്. തൃശൂർ പൂരത്തിന് തിടമ്പേറ്റാനൊരുങ്ങി കൊമ്പന്മാർ. തിരുവമ്പാടിക്ക് വേണ്ടി തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവിനു വേണ്ടി ഗുരുവായൂർ നന്ദനും പ്രധാന എഴുന്നള്ളിപ്പിൽ കോലമേന്തും. തൃശൂർ പൂരത്തിന് തിടമ്പേറ്റാൻ ഭാഗ്യം ലഭിച്ച പ്രായം കുറഞ്ഞ ആനയാണ് പാറമേക്കാവ് കാശിനാഥൻ. പാറമേക്കാവിന്റെ പഞ്ചവാദ്യത്തോടുകൂടിയുള്ള രാത്രി എഴുന്നള്ളിപ്പിനാണ് പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റുന്നത്. പാറമേക്കാവിന്റെ തൃശൂർ പൂരം കൊടിയേറ്റത്തിനും തിടമ്പേറ്റിയത് കാശിനാഥനാണ്. തൃശ്ശൂർ പൂരത്തിന് 3ാമത്തെ കൊല്ലം രാത്രി പഞ്ചവാദ്യത്തിൻ്റെ കോലം. പിന്നെ നമ്മൾ കൊടിയേറ്റത്തിനുണ്ടാവും. പിന്നെ ആറാട്ടുപുഴ, ഉത്രാളി, അങ്ങനെ മെയിൻ പരിപാടിയൊക്കെ പോകാറുണ്ട്. ആന വേറെ കുഴപ്പമൊന്നുമില്ല. പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിനും തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും ഗുരുവായൂർ നന്ദൻ ഇത്തവണയും കോലമേന്തും. പൂരപ്പിറ്റേന്ന് നടക്കുന്ന പാറമേക്കാവ് വിഭാഗത്തിന്റെ പകൽ പൂരത്തിനും ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങിനും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റുക. കൂടാതെ പൂരത്തലേന്നുള്ള നൈതലക്കാവ് ഭഗവതിയുടെ തെക്കേ ഗോപുരനട തുറക്കൽ ചടങ്ങിന് കോലമേന്താനുള്ള നിയോഗവും ഇത്തവണയും ശിവകുമാറിനാണ്. തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനും തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. തൃശൂർ പൂരത്തിനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ചന്ദ്രശേഖരനും പാപ്പാന്മാരും. 2007 നടയിരുത്തിയ കൊല്ലം മുതൽ ആന രാത്രി പൂരത്തിന് തിടമ്പാണ് തൃശ്ശൂർ പൂരത്തിന്. പിന്നീട് ശിവസുന്ദറിൻ്റെ വിയോഗത്തിന് ശേഷം 2018 തൊട്ട് ഇങ്ങോട്ട് ചന്ദ്രശേഖരനാണ്. കൊറോണ വന്ന കൊല്ലം പിന്നെ പൂരം ഉണ്ടായില്ല. അപ്പോൾ കൊല്ലം നമ്മുടെ അർജുനാന ചടങ്ങ് നടത്തിയത്. ഇപ്പോൾ 6 വർഷമായി തുടർച്ചയായിട്ട് ഇപ്പോൾ തെക്കോട്ടിറക്കത്തിന് കോലം കയറ്റുന്നു ചന്ദ്രശേഖരൻ. ഇന്ന് കേരളത്തിലുള്ള പ്രധാന ഉത്സവങ്ങൾക്കൊക്കെ തിടമ്പേറ്റാറുണ്ട്. നെന്മാറ അല്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം, പിന്നെ ആറാട്ടുപുഴയിലത്തെ എല്ലാ ചടങ്ങുകൾക്കും സ്ഥിര സാന്നിധ്യമാണ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ. 25 കൊല്ലമായിട്ട് ചേർപ്പ് ഭഗവതിയുടെ തിടമ്പേറ്റുന്ന ആനയാണ്.
തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിലേക്കുള്ള എഴുന്നള്ളത്തിൽ തിരുവമ്പാടി കണ്ണൻ തിടമ്പേറ്റും. തിരുവമ്പാടി വിഭാഗത്തിന്റെ രാത്രി എഴുന്നള്ളിപ്പിന് കോലമേന്തുക കൊമ്പൻ കുട്ടംകുളങ്ങര അർജുനനാണ്. തൃശൂർ പൂരത്തിൽ തിടമ്പേറ്റുന്ന കൊമ്പന്മാരെല്ലാം സൂപ്പർ സ്റ്റാറുകളാണ്. ഇത്തവണ 6 ആനകളാണ് തിരുവമ്പാടിക്കും പാറമേക്കാവിനുമായി തിടമ്പേറ്റുന്നത്. ഈ ആനകളാകട്ടെ വർഷങ്ങളായി തൃശൂർ പൂരത്തിലെ നിറസാന്നിധ്യങ്ങളാണ്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന് വേണ്ടിയുള്ള കുടനിർമ്മാണത്തിൽ ഇത്തവണയും സ്ത്രീ സാന്നിധ്യമുണ്ട്. ഇത് 3ാം തവണയാണ് ഇവർ പൂരത്തിന്റെ ഭാഗമാകുന്നത്. കണ്ടശാങ്കടവ് സ്വദേശിനി സ്നേഹ, ചേലക്കര സ്വദേശിനി നജ്മ, ചേറൂർ സ്വദേശിനി വിനീത, ചെറുവത്തേരി സ്വദേശിനി ലതിക എന്നിവരാണ് പാറമേക്കാവിന് വേണ്ടിയുള്ള കുട നിർമ്മാണത്തിലെ സ്ത്രീരത്നങ്ങൾ. പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ പൂരത്തിന്റെ ഭാഗമാകാൻ ലഭിച്ച അവസരം ഭാഗ്യമായാണ് ഇവർ കരുതുന്നത്. 3 പേരും ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ്. ഞങ്ങൾ വർക്കിൻ്റെ ഇടയിൽ നിന്നും ഈ വർഷം വന്നതാണ്. പൂരത്തിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടമ്മയായ ലതിക 13 വർഷമായി ഫാൻസി നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ സജീവമാണ്. ഏറെ പ്രിയം നെറ്റിപ്പട്ട നിർമ്മാണമാണെങ്കിലും തൃശൂർ പൂരത്തിന് ഭാഗമാകാൻ ലഭിച്ച അവസരം ദേവിയുടെ അനുഗ്രഹമായാണ് കാണുന്നതെന്ന് ലതിക പറയുന്നു. 13 വർഷമായിട്ട് ഞാൻ ഫാൻസി നെറ്റിപ്പട്ടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ആനയുടെ നെറ്റിപ്പട്ടം പഠിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് മുഖേന നമ്മളിങ്ങോട്ട് വന്നതാണ്. കുടയും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തുന്നൽ പണി ചെയ്തുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അങ്ങനെ ഇഷ്ടം. പിന്നെ ഞാൻ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അടുത്ത പ്രാവശ്യം ഇതുപോലെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വരും. ലതികയ്ക്ക് ഇത് ആദ്യ അവസരമാണെങ്കിൽ മറ്റു മൂവരും ഇത് 3ാം തവണയാണ് വിശ്വപ്രസിദ്ധമായ പൂരത്തിന്റെ ഭാഗമാകുന്നത്. ഇനിയും അവസരം ലഭിച്ചാൽ പൂരത്തിന്റെ ഭാഗമാകണം എന്നു തന്നെയാണ് ഇവരുടെ ആഗ്രഹം. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. പാറമേക്കാവിന്റെ ചമയ പ്രദർശനത്തിന് കൗതുക കാഴ്ചയാകാൻ ക്ഷേത്രത്തിന് മുൻപിൽ 15 ആനകൾ അണിനിരന്ന പൂരമെഴുന്നള്ളത്തിന്റെ മനോഹര ശില്പം. ബാംഗ്ലൂരിൽ ക്രിയേറ്റീവ് ഡിസൈനറായി ജോലി ചെയ്യുന്ന ചിറ്റിലപ്പള്ളി സ്വദേശി സുനിൽകുമാറാണ് പാറമേക്കാവ് ക്ഷേത്ര പശ്ചാത്തലത്തിലുള്ള പൂരമെഴുന്നള്ളിപ്പിന്റെ മനോഹര മാതൃക തയ്യാറാക്കിയത്. 15 വർഷം മുൻപ് സമാനമായി മാതൃക ഉണ്ടാക്കിയിരുന്നു. ഏറ്റവും പുതിയ രീതിയിലുള്ള മാറ്റങ്ങളുമായി കൂടുതൽ സൂക്ഷ്മതയോടെ പുനരാവിഷ്കരിച്ചാണ് ചമയ പ്രദർശനത്തിന് എത്തിച്ചിരിക്കുന്നത്. 15 വർഷം മുമ്പാണ് ഞാൻ ഈ മോഡൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് മാക്സിമം ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങളും മാറ്റി ഒരു പുതിയ എത്രത്തോളം നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും അത്രത്തോളം ഡീറ്റെയിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് വെൺചാമരം, കുട, എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. അതുപോലെ അഷ്ടലക്ഷ്മി, ഇതിൻ്റെ ഡോറുണ്ട്, അതിൽ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും മാക്സിമം ഡീറ്റെയിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫോറക് ഷീറ്റ്, കമ്പി, തുണി, സ്പോഞ്ച്, മരക്കഷ്ണം തുടങ്ങിയവ ഉപയോഗിച്ചാണ് മാതൃക ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ ശില്പചാരുതയും വാതിലിൽ ആലേഖനം ചെയ്തിട്ടുള്ള ദേവിമാർ പോലും ഈ ശില്പ മാതൃകയിൽ സൂക്ഷ്മമായി പുനരാവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ആനപ്പുറത്തെ ആളുകൾ, പട്ടുകുടകൾ, ആലവട്ടം, വെൺചാമരം, കാണികൾ തുടങ്ങിയവയെല്ലാം ഏറെ കൃത്യതയോടെയാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. 1.5 പതിറ്റാണ്ട് മുൻപ് കണ്ടുമറന്ന ശില്പം കൂടുതൽ സൂക്ഷ്മവും മികവാർന്നതുമായ മാറ്റങ്ങളോടെ അവതരിപ്പിച്ചിരിക്കുന്നത് ചമയ പ്രദർശനം ആസ്വദിക്കാനെത്തുന്നവർക്ക് മനോഹരമായ ദൃശ്യവിരുന്നാകും. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തിന്റെ വിളംബരം കുറിക്കുന്ന നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തിനെ ആസ്പദമാക്കി പൂരപ്പുറപ്പാട് എന്ന ഗാനം പുറത്തിറക്കി നാട്യകല തൃശിവപേരൂർ. നന്ദൻ സയ്യന്തോളാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തൃശൂർ രവിവർമ്മ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഗാനം ആലപിച്ചിട്ടുള്ളത് MB ശ്രീജുവാണ്. ബെൻസി ക്യാമറയും കൈകാര്യം ചെയ്തിരിക്കുന്നു. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ജീവനക്കാരാണ് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. പൂർണ്ണമായും മൊബൈലിൽ ചിത്രീകരിച്ചതാണ് ഇതിലെ ദൃശ്യങ്ങൾ. അശ്വിനി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പൂരപ്രേമി സംഘം കൺവീനർ വിനോദ് കണ്ടേങ്കാവിൽ പ്രകാശനം നിർവഹിച്ചു.
തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് മരത്തിൽ തീർത്ത ആനകളെ നിർമ്മിച്ച് വിയൂർ സ്വദേശി നടുവിൽ പുരയ്ക്കൽ രാജൻ. മൺമറഞ്ഞ ആനകളായ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, തിരുവമ്പാടി ശിവസുന്ദർ, അടിയാട്ട് അയ്യപ്പനടക്കം 12 ആനകളുടെ ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരാനയെ നിർമ്മിക്കാൻ 1 മാസം വേണ്ടിവന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് ആനകളെ കാണാനാകും. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ മുനിസിപ്പൽ ഓഫീസ് റോഡിൽ പാർക്കിംഗിനെ ചൊല്ലി ട്രാഫിക് പോലീസിനോട് ബഹളം വെച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മുനിസിപ്പൽ ഓഫീസ് റോഡിൽ നോ പാർക്കിംഗ് ഏരിയയിൽ സ്കൂട്ടർ പാർക്ക് ചെയ്ത യുവാവിനോട് വാഹനം മാറ്റി പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ച ട്രാഫിക് പോലീസുകാരനുമായി ബഹളമുണ്ടാക്കിയതിനെ തുടർന്നാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം മെയ് 14 തൃശൂരിൽ ആഘോഷിക്കുന്നതിന്റെ പ്രചാരണ പ്രവർത്തനത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ തൃശൂർ ഏരിയ കമ്മിറ്റി പങ്കാളികളായി. തൊഴിലാളികൾ ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നടത്തിയ പ്രചരണ പ്രവർത്തനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. T സുധാകരൻ അധ്യക്ഷനായി. PK ഷാജൻ, PK പുഷ്പാകരൻ, അനൂപ് ഡേവിസ് കാട, MR രാജൻ, AM ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന് പൂർണ്ണ സജ്ജമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. രാത്രി പൂരങ്ങൾ കടന്നുപോയതിനു ശേഷമേ വെടിക്കെട്ടിനായി ആളുകളെ നിയന്ത്രണ രേഖയിൽ നിന്ന് മാറ്റുന്ന നടപടികൾ ഉണ്ടാകൂവെന്ന് റവന്യൂ മന്ത്രി K രാജൻ. DMOയുടെ സ്റ്റിക്കർ പതിച്ച ആംബുലൻസുകൾക്ക് മാത്രമേ പൂരനഗരിയിലേക്ക് പ്രവേശനം ഉണ്ടാകൂ എന്നും മന്ത്രി. പൂരനഗരിയുടെ മാനത്ത് കരിമരുന്നിന്റെ സാമ്പിൾ വിസ്മയം തീർക്കാൻ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുങ്ങി. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിനും നാളെ തുടക്കം. KPCC പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമുണ്ടെന്ന് തങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേരുണ്ടാകില്ലെന്നുള്ള കാര്യം 101% ഉറപ്പാണെന്നും മുരളീധരൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമെന്നും സുരേന്ദ്രൻ. ഗതാഗതക്കുരുക്കൊഴിയാതെ ദേശീയപാത ആമ്പല്ലൂർ. മന്ത്രിയുടെ വാഹനവും റോഡിൽ കുടുങ്ങി. സർവീസ് റോഡുകളുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. കൊടകരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 180 ഗ്രാം MDMA-യുമായി 2 പേരെ കൊടകര പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വാടാനപ്പിള്ളിയിൽ ലോഡ്ജിൽ നിന്ന് MDMA-യുമായി 3 പേർ പിടിയിലായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.